നമസ്കാരം. അങ്ങനെ കുംഭകർണനെ യുദ്ധം ചെയ്യുവാനായി ഉണർത്തി കുംഭകർണൻ എണീറ്റ് വന്ന് രാവണൻ്റെ മുന്നിൽ നമസ്കരിച്ച ശേഷം അവിടെ ഇരുന്നു. കുംഭകർണൻ രാവണനോട് സംസാരിക്കാൻ തുടങ്ങി. പറഞ്ഞു തുടങ്ങിയത് തന്നെ അങ്ങനെക്ക് പിതൃതുല്യനാണ്. ഇവിടെ നടന്ന കാര്യമൊക്കെ നാം അറിഞ്ഞു. നമ്മെ ഇനി ഉറക്ക സമയത്ത് ഇടയ്ക്ക് വെച്ച് വിളിച്ചുണർത്തുന്നത് അപകടകരമായ കാര്യമാണ് എന്ന് അറിയാമല്ലോ. അതറിഞ്ഞുകൊണ്ട് തന്നെ നമ്മെ ഉണർത്തി യുദ്ധസംബന്ധമായ കാര്യങ്ങൾ നമ്മോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. നാം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അങ്ങയോട് സൂചിപ്പിച്ചതാണ് ശ്രീരാമദേവനെക്കുറിച്ചും സീതാദേവിയെക്കുറിച്ചും. ശ്രീരാമദേവൻ സാക്ഷാൽ പരമ്പൊരുള് മഹാവിഷ്ണു ശ്രീഹരിയുടെ അവതാരമാണ് എന്ന് നാം അങ്ങയോട് വ്യക്തമാക്കിയതാണ്. അതുപോലെ തന്നെ അങ്ങയുടെ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് തട്ടിയെടുത്ത് അശോകവനത്തിൽ ഇരുത്തിയിരിക്കുന്ന ജാനകി സീതാദേവി സാക്ഷാൽ മഹാലക്ഷ്മിയാണ്, ഭഗവതിയാണ്. ഈ വിവരം ഞാൻ അങ്ങയോട് സൂചിപ്പിച്ചതാണ്. സീതാദേവിയെ മോചിപ്പിച്ച് ശ്രീരാമദേവനോട് ക്ഷമാപണം ചെയ്യണമെന്ന് നാം അങ്ങോട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ലങ്കയ്ക്ക് വൻ നാശം വന്നുകൊണ്ടിരിക്കുകയാണ്. ആരെല്ലാമാണ് വധിക്കപ്പെട്ടത്? നമ്മുടെ ശക്തി ചോർന്നു പോവുകയല്ലേ? ഈ കുലം അന്യം നിൽക്കാൻ പോവുകയാണ്. അത് സംഭവിക്കും. അതിനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതുകൊണ്ട് ഇനിയും സമയം വൈകിട്ടില്ല. അങ്ങക്ക് സീതാദേവിയും ശ്രീരാമ സമക്ഷം സമർപ്പിക്കുവാൻ അവസരമുണ്ട്. അങ്ങത് ചെയ്യണം എന്നാണ് എൻ്റെ എളിയ അഭ്യർത്ഥന. കുംഭകർണൻ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഈ വിധം സംസാരിച്ചപ്പോൾ രാവണന് ക്രോധമായി. രാവണൻ പറഞ്ഞു, വേണ്ട, നിനക്ക് യുദ്ധം ചെയ്യാൻ ഭയമാണ്, എനിക്കറിയാം. നീ യുദ്ധം ചെയ്യണ്ട. നിനക്ക് കഴിക്കുവാൻ ഇതാ അവിടെ ആവശ്യം പോലെ ഇറച്ചിയും മദ്യവും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. നീ അത് പോയി കഴിച്ച് നിദ്രയിലേക്ക് വയ്ക്കോ. നിന്റെ സഹായം എനിക്ക് വേണ്ട. നീ പറയുന്നത് രാവണൻ മാപ്പ് പറയണമെന്ന്. ഈ രാവണൻ മാപ്പ് പറയുമെന്ന് നീ കരുതുന്നുണ്ടോ? രാവണൻ മാപ്പ് പറയുക അസംഭവ്യമായ കാര്യമാണ്. നാം യുദ്ധത്തിന് പോകാൻ തയ്യാറാണ്. രാവണൻ ഉടൻ തന്നെ സജീവോത്തമനെ, രാവണന്റെ മറ്റൊരു മന്ത്രിയെ സജീവോത്തമനെ വിളിച്ചു.
പടച്ചട്ട കൊണ്ടുവരാൻ പറഞ്ഞു. നാം യുദ്ധത്തിന് പോകാൻ തയ്യാറാണ്. ആ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പായി. അപ്പോൾ കുംഭകർണൻ പറഞ്ഞു, വേണ്ട, അരുത്. നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജ്യേഷ്ഠൻ യുദ്ധത്തിന് പോകേണ്ടതില്ല. അങ്ങ് എനിക്ക് പിതൃസമാനനാണ്. ഞാൻ വീണ്ടും വീണ്ടും വ്യക്തമാക്കുന്നു, നാം ജീവനോടെ ഇരിക്കുമ്പോൾ അങ്ങേ യുദ്ധത്തിന് അയക്കുക എന്ന് പറയുന്നത്, ശത്രുവിൻ്റെ മുന്നിൽ ഇട്ടുകൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാനാകത്തില്ല. അങ്ങ് നേരത്തെ യുദ്ധത്തിന് പോയി, അത് നാം അറിഞ്ഞു. നാം അപ്പോൾ നിദ്രയിലായിരുന്നു. ഇപ്പോൾ നാം ഉണർന്നിരിക്കുന്ന സമയമാണ്. ഈ സമയം അങ്ങ് യുദ്ധത്തിന് പോവുക എന്ന് പറയുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല. നാം പോകാൻ തയ്യാറാണ്. നാം യുദ്ധത്തിന് പോകാൻ തയ്യാറാണ്. ഇത് പറഞ്ഞപ്പോൾ രാവണന് സന്തോഷമായി. രാവണൻ കുംഭകർണനോട് ആവശ്യമായ സൈന്യവുമായി യുദ്ധത്തിന് പോകാൻ വേണ്ട ഒരുക്കങ്ങൾ നിർവഹിക്കുവാൻ നിർദ്ദേശിച്ചു. അതനുസരിച്ച് വലിയ ഒരുക്കങ്ങളോടെ കുംഭകർണൻ യുദ്ധത്തിനായി പുറപ്പെട്ടു. അപ്പോൾ യുദ്ധത്തിനായി കുംഭകർണൻ വരികയാണ് യുദ്ധക്കളത്തിലേക്ക്. ഭീമാകാരനായ മഹാമേരുവിനെ പോലെ ഒരു വലിയ രൂപം ഇങ്ങനെ യുദ്ധത്തിനായി വലിയ പട നയിച്ചുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ രാക്ഷസർ ആഹ്ലാദം കൊണ്ട് തുള്ളി. കൂടെയുള്ളവർ ആവേശത്താലാണ് കുംഭകർണനെ മുന്നോട്ട് നയിച്ചത്. ഇത് കണ്ട വാനരർ ഭയന്നു. പലരും ചിതറി പല ഭാഗത്തേക്ക് ഓടി. ഈ കുംഭകർണനെ കണ്ടപ്പോൾ, കുംഭകർണന്റെ രൂപം കണ്ടപ്പോൾ പലരും ഭയന്നോടി. ഇത് കണ്ട് ശ്രീരാമൻ വിഭീഷണനോട് ചോദിച്ചു, ഇതാരാണെന്ന്. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, അതാണ് നമ്മുടെ സഹോദരൻ കുംഭകർണൻ, ദശാനന്റെ അനുജൻ കുംഭകർണൻ. അതാണ്. അദ്ദേഹം നിദ്രയിലായിരിക്കുന്ന സമയമാണ്. പക്ഷേ നിദ്രയിൽ നിന്ന് ഉണർന്നാണ് ഇപ്പോൾ യുദ്ധത്തിന് വരുന്നത്. കുംഭകർണൻ തൻ്റെ കയ്യിൽ ഒരു വലിയ ശൂലവുമായിട്ടാണ് വരുന്നത്. വളരെ വലിയ ഭാരമുള്ള ശൂലവുമായിട്ടാണ് കുംഭകർണൻ വരുന്നത്. കുംഭകർണന്റെ വരവ് കണ്ടപ്പോൾ, കുംഭകർണന്റെ മുഖം കണ്ടപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, ഈ വരുന്ന രാക്ഷസന്റെ കുംഭകർണന്റെ മുഖം കണ്ടിട്ട് അയാൾ ധർമ്മനീതിയിലൊക്കെ ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്, നീതിമാനാണ് എന്ന് തോന്നുന്നു. അയാളോടൊന്ന് സംസാരിച്ച് നോക്കിയാലോ? ഒരുപക്ഷെ അയാൾ യുദ്ധത്തിന് തയ്യാറാകാതെ പിന്തിരിഞ്ഞ് മാറിയാലോ? കണ്ടിട്ടൊരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. രാക്ഷസരൂപമാണെങ്കിലും മനുഷ്യപ്രകൃതമാണെന്നാണ് തോന്നുന്നത്. ഈ വിധം സുഗ്രീവൻ പ്രതികരിച്ചു. ശ്രീരാമദേവനും പറഞ്ഞു, കുംഭകർണനെ കണ്ടിട്ട് ക്രൂരമാനസനല്ല എന്ന് തോന്നുന്നു. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, ശരിയാണ്, നല്ല മനസ്സിൻ്റെ ഉടമയാണ്. നിരവധി പ്രാവശ്യം ദശാനനോട് സീതാദേവിയെ മോചിപ്പിച്ച് ശ്രീരാമപാദങ്ങളിൽ അഭയം തേടുന്നതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള ആളാണ്. നിരവധി പ്രാവശ്യം നമുക്ക് നേരിട്ട് അറിയുന്ന കാര്യമാണ്. സീതാദേവി അപഹരിച്ച നടപടിയോട് ഒട്ടും യോജിപ്പില്ലാത്ത ആളായിരുന്നു. ഇത് മാത്രമല്ല, ദശാനന്റെ പല പ്രവൃത്തികളിലും പലപ്പോഴും വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് കുംഭകർണൻ. കുംഭകർണൻ നന്മയുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ ഭ്രാതാവായതുകൊണ്ട് പറയുന്നതല്ല, നന്മയുള്ള വ്യക്തിയാണ്. ഈ വിധം വിഭീഷണൻ പറഞ്ഞപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ,
കുംഭകർണനെ ഒന്ന് കണ്ട് സംസാരിക്കും. യുദ്ധം ആവശ്യമാണോ വേണ്ടയോ എന്ന് സംസാരിക്കൂ എന്ന് പറയും. അപ്പോൾ ഈ വിധം ശ്രീരാമദേവൻ വിഭീഷണനോട് പറഞ്ഞു, പോയി കുംഭകർണനോട് സംസാരിക്കാൻ പറഞ്ഞു. വിഭീഷണൻ നേരെ യുദ്ധക്കളത്തിലേക്ക് ഒറ്റയ്ക്ക് നടന്ന് ചെന്ന് കുംഭകർണനെ കണ്ടു. വിഭീഷണൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു വന്ന് തന്നോട് സംസാരിക്കാൻ തയ്യാറാകുന്നത് കണ്ടപ്പോൾ കുംഭകർണന് വളരെ സന്തോഷമായി. കുംഭകർണൻ വളരെ വിഷമത്തോടെയും എന്നാൽ ഏറെ സന്തോഷത്തോടെയും വിഭീഷണനെ കെട്ടിപ്പിടിച്ചു, ഒരാലിംഗനം ചെയ്തു. കാരണം വിഭീഷണൻ ശ്രീരാമപക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവിടെ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിട്ടതായ കാര്യങ്ങളൊക്കെ കുംഭകർണൻ അറിഞ്ഞിരിക്കുന്നു. രാവണൻ വിഭീഷണനെ വധിക്കുവാൻ തീരുമാനിച്ചതും വിഭീഷണൻ അവിടെ നിന്ന് ജീവൻ കൊണ്ട് ഓടിയതും ശ്രീരാമപാദങ്ങളിൽ അഭയം തേടിയതുമായ കാര്യങ്ങളൊക്കെ തന്നെ കുംഭകർണൻ അറിഞ്ഞിരിക്കുന്നു. ആ കാര്യം വീണ്ടും വിഭീഷണൻ കുംഭകർണനോട് പറഞ്ഞു, ജ്യേഷ്ഠ, എന്നെ പിതൃതുല്യനായ നമ്മുടെ ജ്യേഷ്ഠൻ വധിക്കാൻ ശ്രമിച്ചു. നാം ജ്യേഷ്ഠൻ പറഞ്ഞ അതേ കാര്യം മാത്രമാണ് പറഞ്ഞത്. സീതാദേവിയെ മോചിപ്പിച്ച് ശ്രീരാമപദങ്ങളിൽ അഭയം തേടുന്നതാണ് ഉചിതം. തെറ്റായ കാര്യമാണ് ഈ ചെയ്തിരിക്കുന്നത് എന്ന് നാം ദശാനനോട് പറയുകയും യുദ്ധം ഒഴിവാക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ നമ്മെ വധിക്കുവാൻ ശ്രമിക്കുകയുണ്ടായി, നമ്മെ നാടുകടത്തി. അപ്പോൾ നിവൃത്തിയില്ലാതെയാണ് നാം ശ്രീരാമപാദങ്ങളിൽ അഭയം തേടിയത്. മറ്റെവിടെ പോയാലും നമ്മുടെ ജീവൻ സുരക്ഷിതമല്ല എന്നറിയാം എന്നുള്ളത് കൊണ്ടാണ് ശ്രീരാമപാദത്തിൽ അഭയം തേടിയത് എന്ന് വിഭീഷണൻ പറഞ്ഞപ്പോൾ കുംഭകർണൻ പറഞ്ഞു, അതാണ് നന്നായി. അതുകൊണ്ട് നീ ഭാഗ്യവാനാണ്. ഭഗവാൻ ശ്രീരാമദേവന്റെ പാദങ്ങളിൽ അഭയം തേടുക അല്ലെങ്കിൽ അഭയം ലഭിക്കുക എന്ന് പറയുന്നത് മഹത്തരമായ കാര്യമാണ്. നീ പുണ്യം ചെയ്തവനാണ്, അല്ലേലും നീ പുണ്യാത്മാവാണല്ലോ എന്നിങ്ങനെ കുംഭകർണൻ പറഞ്ഞു. അപ്പോൾ കുംഭകർണൻ ഇത് പറഞ്ഞപ്പോൾ വിഭീഷണൻ പതുക്കെ കുംഭകർണനോട് ചോദിച്ചു, ജ്യേഷ്ഠൻ ഇപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? ജ്യേഷ്ഠന് നമ്മുടെ പ്രിയങ്കരനായ ജ്യേഷ്ഠൻ്റെ പ്രവൃത്തിയിൽ അസന്തുഷ്ടിയുണ്ട് എന്ന് നമുക്ക് അറിയാം. ആ അവസ്ഥയിൽ നിന്ന് മോചനം അങ്ങ് ആഗ്രഹിക്കുന്നില്ലേ? അങ്ങ് ശ്രീരാമപക്ഷത്ത് വന്നാൽ ഇപ്പോൾ എന്നെ ലങ്കയിലെ രാജാവായി വാഴിച്ചിരിക്കുകയാണ്. നമുക്ക് ആ രാജപദവി വേണ്ട. അങ്ങ് രാജാവാകും, ഞാൻ അങ്ങയുടെ ദാസനായി കഴിഞ്ഞുകൊള്ളാം. അങ്ങ് വരൂ. എന്തായാലും ദശാനനൻ്റെ മരണം ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ കുംഭകർണനോട് വിഭീഷണൻ ശ്രീരാമപക്ഷത്തേക്ക് ചേരണം എന്ന അഭ്യർത്ഥന വെച്ചപ്പോൾ കുംഭകർണൻ പറഞ്ഞു, യുദ്ധത്തിനിടയിൽ കൂറുമാറുന്നത് ചതിയാണ്, അത് ഞാൻ ചെയ്യില്ല. എന്തായാലും നമ്മുടെ ജ്യേഷ്ഠന് വേണ്ടി പൊരുതാൻ തീരുമാനിച്ചാണ് ഞാൻ ഈ യുദ്ധത്തിനിറങ്ങിയത്. ശ്രീരാമ ബാണം കൊണ്ട് രാമസായകമേറ്റ് മരിക്കുന്നത് മോക്ഷം കിട്ടുന്ന കാര്യമാണ്. അതിൽ നാം സന്തുഷ്ടനാണ്. നാം ആ മരണവും മോഹിച്ചാണ് വാസ്തവത്തിൽ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നത്. നമുക്കറിയാം, നമ്മെക്കൊണ്ടല്ല ഒരു ശക്തിയെക്കൊണ്ടും ശ്രീരാമനെ തോൽപ്പിക്കാനാവില്ല എന്ന്. ലോകത്തുള്ള ഒരു ശക്തിക്കും ശ്രീരാമദേവനെ സ്പർശിക്കുവാൻ പോലും പറ്റില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ആ ഭഗവാൻ ശ്രീരാമദേവൻ്റെ സഹായകമേറ്റ് മോക്ഷപ്രാപ്തിയിലേക്ക് കടക്കുക എന്നാണ് നമ്മുടെ മോഹം. അതാണ്
ഞാൻ ഇവിടെ യുദ്ധം ചെയ്യാൻ വന്നത്. ഇവിടെ നിന്ന് പിന്തിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ നിന്നോടൊപ്പം ശ്രീരാമഭാഗത്തേക്ക് വന്നു ചേരുക എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. അതൊരു വലിയ വഞ്ചനയാണ്. ഞാൻ ഒരിക്കലും നമ്മുടെ ജ്യേഷ്ഠനെ വഞ്ചിക്കില്ല. ജ്യേഷ്ഠന് വേണ്ടി അവസാനം വരെ പൊരുതുകയും പൊരുതി മരിക്കുകയും ചെയ്യും. കുംഭകർണന്റെ ഉറച്ച ഈ വാക്കുകൾ കേട്ടപ്പോൾ വിഭീഷണന് മനസ്സിലായി ഒരു നിലയിലും കുംഭകർണൻ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന്. വിഭീഷണൻ കരഞ്ഞുകൊണ്ട് പരസ്പരം വീണ്ടും അവർ ആലിംഗനം ചെയ്തിട്ട് പരസ്പരം അവരുടെ വിഷമങ്ങൾ പങ്കുവച്ച ശേഷം വിഭീഷണൻ മടങ്ങി തിരിച്ചു വന്ന് ശ്രീരാമദേവനോട് കുംഭകർണൻ വരില്ല എന്ന വിവരം അറിയിച്ചു. അങ്ങനെ യുദ്ധം തുടങ്ങുകയായി. വാനരസേനയും കുംഭകർണന്റെ സേനയും തമ്മിൽ ഏറ്റുമുട്ടി. കുംഭകർണൻ ഇങ്ങനെ വാനരന്മാരെ കൂട്ടത്തോടെ പിടിച്ച് വിഴുങ്ങുവാൻ തുടങ്ങി. അപ്പോൾ വാനരന്മാർ കുംഭകർണന്റെ മൂക്കിലൂടെയും ചെവിയിലൂടെയൊക്കെ ഇറങ്ങി ഓടുന്നുണ്ട്. അപ്പോൾ കുംഭകർണൻ അത്ര ഭീകരനായ പോരാളിയാണ്. കുംഭകർണൻ എല്ലാവരെയും അടിച്ചു തള്ളുകയാണ്. വാനരരും രാക്ഷസന്മാരുമായുള്ള ഏറ്റുമുട്ടൽ, കൂടിയ പോരാട്ടം അതുവരെ ആ യുദ്ധക്കളം നേരിടാത്ത ഭീകരമായ പോരാട്ടം. ആ പോരാട്ടം അനേകം ഗജവീരന്മാരും കുതിരകളുമൊക്കെ ചത്തുമലർന്നു. അവിടെ മുഴുവൻ തന്നെ ഇവയുടെ ജഡങ്ങൾ കൊണ്ട് വലിയ കുന്നുകളായി മാറി. രക്തപ്പുഴ ഒഴുകി, എവിടെയും രക്തം മാത്രം. അവസാനം കുംഭകർണനും ഹനുമാനുമായി ഏറ്റുമുട്ടലായി. കുംഭകർണന് ഹനുമാനുമായുള്ള ഏറ്റുമുട്ടലിൽ, കടുത്ത ഏറ്റുമുട്ടലിൽ കുംഭകർണൻ ഹനുമാനെ ഇടിച്ചു താഴെയിട്ടു. ഇവർ വലിയ പർവ്വതങ്ങളും മറ്റ് പലതും എടുത്തുകൊണ്ടുവന്ന് കുംഭകർണൻ നേരെ എറിയുമെങ്കിലും കുംഭകർണൻ അതൊക്കെ വെറുതെ കൈകൊണ്ട് തട്ടിക്കളയുകയും തൻ്റെ നെഞ്ചുകൊണ്ട് ഇടിച്ചു താഴെയിടുകയും ചെയ്യുകയാണ്. ഇതിനിടയിൽ അംഗദൻ വന്ന് കുംഭകർണനുമായി ഏറ്റുമുട്ടി. അംഗദനുമായുള്ള ഏറ്റുമുട്ടൽ കഴിഞ്ഞപ്പോൾ അംഗദൻ കുറേ സമയം ഏറ്റുമുട്ടിയപ്പോൾ അംഗദന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് വന്നപ്പോൾ ഇത് കണ്ടുനിന്ന നീലനും കുംഭകർണനുമായി ഏറ്റുമുട്ടലായി നീലൻ ക്ഷീണിച്ചു എന്ന് കണ്ടപ്പോൾ സുഗ്രീവൻ കുംഭകർണനുമായി കടുത്ത പോരാട്ടമായി. സുഗ്രീവനെ കുംഭകർണൻ പല വിധത്തിൽ പീഡിപ്പിച്ചു. അപ്പോൾ സുഗ്രീവൻ ഒരു വലിയ പർവ്വതം എടുത്തുകൊണ്ട് വന്ന് കുംഭകർണന്റെ നെഞ്ചിലേക്ക് എറിഞ്ഞു. അത് കുംഭകർണൻ അത് വെറുതെ ഇങ്ങനെ തട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞ് കുംഭകർണൻ ഒരു കൈ കൊണ്ട് ഒറ്റ അടി സുഗ്രീവൻ മറിഞ്ഞു വീണ് ബോധം കെട്ടു. ആ ബോധം കെട്ട സുഗ്രീവനെ എടുത്തുകൊണ്ട് താൻ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുംഭകർണൻ നേരെ കൊട്ടാരത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. എടുത്ത് തോളിലിട്ടുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ കുംഭകർണൻ ജയിച്ചു, യുദ്ധക്കളത്തിൽ നിന്ന് മടങ്ങുന്നു എന്ന മട്ടിൽ തന്നോട് യുദ്ധം ചെയ്യാൻ വന്ന എല്ലാ വാനരന്മാരെയും അടിച്ചു നിരത്തി സുഗ്രീവൻ രാജാവാണ്. സുഗ്രീവനെ തോളിലെടുത്തുകൊണ്ട് നടക്കുകയാണ്. ആ സമയം രാക്ഷസന്മാർ വലിയ ആഹ്ലാദത്തിൽ ജയിച്ചേ എന്ന് ആരോപണം. കാരണം കുംഭകർണനുമായി യുദ്ധം ചെയ്ത് വാനരർ മാത്രമാണ്. അതുവരെ വാനരരാജാവായ സുഗ്രീവനെയാണ് ഇപ്പോൾ തോൽപ്പിച്ച് തോളിലെടുത്തുകൊണ്ട് കുംഭകർണൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് കണ്ട് കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്നിരുന്ന സ്ത്രീകൾ, ധാരാളം സ്ത്രീകൾ ഇങ്ങനെ യുദ്ധം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ പനിനീരും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും ജലവും ഒക്കെ തന്നെ, പുണ്യജലവും ഒക്കെ കുംഭകർണന് മേൽ ഒഴിക്കാൻ വേണ്ടി ഇങ്ങനെ തളിച്ചുകൊണ്ടിരുന്നു. അപ്പം അതെല്ലാം ബോധരഹിതനായി കിടക്കുന്ന സുഗ്രീവൻ്റെ മുഖത്താണ് വീണത്. അപ്പോൾ സുഗ്രീവൻ്റെ മുഖത്ത് ഇതൊക്കെ വീണപ്പോൾ സുഗ്രീവൻ്റെ ആലസ്യം മാറി. സുഗ്രീവൻ ഉണർന്ന ഉടൻ തന്നെ സുഗ്രീവൻ നോക്കിയപ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോവുകയാണ് കുംഭകർണൻ. സുഗ്രീവൻ നേരെ ചാടി കുംഭകർണന്റെ ചെവിയും കടിച്ചു പറിച്ച് മൂക്കും കടിച്ചു പറിച്ച് അവിടെ നിന്ന് വായു വേഗത്തിൽ ചാടി ശ്രീരാമദേവന്റെ അടുത്തെത്തി. അപ്പോൾ ലക്ഷ്മണൻ
ശ്രീരാമനോട് അനുവാദം ചോദിച്ചുകൊണ്ട് ലക്ഷ്മണൻ യുദ്ധത്തിനായി പുറപ്പെട്ടു. ലക്ഷ്മണനും കുംഭകർണനുമായി കടുത്ത പോരാട്ടമായി. ലക്ഷ്മണന്റെ അസ്ത്രപ്രയോഗം ഒന്നും തന്നെ കുംഭകർണനെ ഏൽക്കുന്നുണ്ടായിരുന്നില്ല. കുംഭകർണൻ ഇങ്ങനെ ഈ വരുന്ന അസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ച് എടുത്ത് ഒടിച്ചു കളയുന്ന പോലെയാണ്. കടുത്ത പോരാട്ടം, ലക്ഷ്മണനുമായി കടുത്ത പോരാട്ടമായി. ഈ പോരാട്ടം മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ ലക്ഷ്മണനും പിന്നോക്കം പോകും എന്ന് മനസ്സിലാക്കിയപ്പോൾ ശ്രീരാമദേവൻ യുദ്ധം ചെയ്യുവാനായി മുന്നോട്ട് വന്നു. വലിയ സൂര്യതേജസ്സായ ശ്രീരാമദേവൻ നടന്നു വരുന്നത് കണ്ടപ്പോൾ, യുദ്ധത്തിന് തയ്യാറായി നടന്നു വരുന്നത് കണ്ടപ്പോൾ കുംഭകർണൻ തൻ്റെ കയ്യിലുള്ള ആയുധമെല്ലാം താഴെ വെച്ച് ശ്രീരാമദേവൻ നമസ്കരിച്ചു. ഭഗവാൻ ശ്രീരാമദേവന് പ്രണാമം എന്ന് പറഞ്ഞു ഈ ശ്രീരാമദേവന്റെ മുന്നിൽ കുംഭകർണൻ നമസ്കരിച്ചു. യുദ്ധം ചെയ്യുന്ന ഒരു രാക്ഷസൻ തന്നെ എതിർക്കാൻ വരുന്ന മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ ഇങ്ങനെ നമസ്കരിക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് രാക്ഷസ സുഗ്രീവൻ അടക്കമുള്ള എല്ലാ ആളുകൾക്കും അത്ഭുതം തോന്നി. പക്ഷെ ആ സുഗ്രീവൻ അടക്കമുള്ളവർക്ക് അറിയാം കുംഭകർണൻ ശ്രീരാമനോട് വളരെ വലിയ ഭക്തിയുള്ള ആളാണെന്നറിയാം. ശ്രീരാമൻ ദൈവമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആളാണ് കുംഭകർണൻ. കുംഭകർണൻ ശ്രീരാമദേവൻ അടുത്ത് വന്നപ്പോൾ ആയുധങ്ങൾ കയ്യിലെടുത്ത് യുദ്ധത്തിനൊരുങ്ങി. ശ്രീരാമദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് കുംഭകർണനോട് യുദ്ധം തുടങ്ങാൻ തീരുമാനിച്ചു. യുദ്ധം ചെയ്യുകയാണ് കുംഭകർണൻ. കടുത്ത പോരാട്ടം. ശ്രീരാമദേവൻ അയക്കുന്ന അസ്ത്രങ്ങളൊന്നും കുംഭകർണന്റെ ശരീരത്തിൽ പതിക്കുന്നില്ല. അത് പതിക്കാതെ തിരിച്ച് വന്ന് ശ്രീരാമന്റെ ആവനാഴിയിൽ തിരിച്ചു വന്ന് വീഴുകയാണ്. ഇതെന്താണ് കാരണം എന്നുള്ളതിനെക്കുറിച്ച് ശ്രീരാമദേവൻ ഒരു നിമിഷം ആലോചിച്ചപ്പോൾ ഇത് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ കൊടുത്ത ചട്ടയാണ് കുംഭകർണൻ അണിഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ചട്ട ശിവൻ കൊടുത്തിരിക്കുന്ന ചട്ട, ആ ചട്ട ഭേദിച്ച് അകത്തേക്ക് അസ്ത്രം പോവുക ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കി. പെട്ടെന്ന് അടുത്ത് തന്നെ ശ്രീരാമദേവൻ കുംഭകർണന്റെ ഒരു കരം മുറിച്ചു. ആ കരം മുറിച്ച് ഇടത് കരം മുറിച്ചു. മുറിഞ്ഞു വീണ ആ കരമെടുത്ത്, വലത് കൈകൊണ്ട് ആ കരമെടുത്ത് കുംഭകർണൻ വാനരരെ അടിക്കാൻ തുടങ്ങി. വാനരർ കൂട്ടത്തോടെ മരിക്കാൻ തുടങ്ങി. ഇങ്ങനെ എടുത്ത് അടിക്കുക, ഇങ്ങനെ മുറിഞ്ഞു വീണ കരമെടുത്ത് സ്വന്തം കരം കൊണ്ട് തന്നെ അടിക്കുക, അടിച്ചു കൊല്ലുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി കുംഭകർണൻ ചെയ്യുന്നത് അത്ഭുതത്തോടെയാണ് രാക്ഷസരും വാനരരും നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്. വാനരർക്ക് നോക്കി നിൽക്കാൻ നിവൃത്തിയില്ല, അടി വീഴുകയാണ്. അത്ര വേഗത്തിലാണ് വലത് കരം കൊണ്ടടിക്കുക. അപ്പോൾ ഉടൻ തന്നെ ശ്രീരാമദേവൻ വലത് കരവും മുറിച്ചു. വലത് കരം മുറിച്ചപ്പോൾ കുംഭകർണൻ രണ്ട് കരവും നഷ്ടപ്പെട്ടു. വാ തുറന്നുകൊണ്ട് പർവ്വതങ്ങളും മറ്റ് പല സാധന സാമഗ്രികളൊക്കെ എടുത്ത് കടിച്ചെടുത്ത് എറിയാൻ തുടങ്ങി. ഗുഹ പോലുള്ള വലിയ വായല്ലേ, വാ തുറന്നിങ്ങനെ എടുത്ത് കടിച്ച് ഉറഞ്ഞു തുള്ളിക്കൊണ്ടാണ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോ ഭീകരമായ ഒരു ശരീരം, കരങ്ങളില്ലെങ്കിലും ഇങ്ങനെ എടുത്ത് മറിച്ചുകൊണ്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ശ്രീരാമദേവൻ അടുത്ത അസ്ത്രം കൊണ്ട് കുംഭകർണന്റെ കാലുകൾ മുറിച്ചു. കാലുകൾ മുറിച്ചു കഴിഞ്ഞപ്പോൾ വെറും ശരീരം മാത്രമായി. ആ ശരീരം അടങ്ങിയിരുന്നില്ല. ആ ശരീരം വീണ്ടും യുദ്ധത്തിലാണ്. കൈയും കാലും നഷ്ടപ്പെട്ടിട്ടും കുംഭകർണൻ യുദ്ധം ചെയ്യുകയാണ്. പറ്റുന്ന നിലയിലൊക്കെ യുദ്ധം ചെയ്യുകയാണ്. അടുത്ത അസ്ത്രം കൊണ്ട് കുംഭകർണൻ മരണം ചോദിച്ചു വാങ്ങി. എന്നെ അങ്ങ് വധിക്കണം എന്ന് കുംഭകർണൻ ശ്രീരാമദേവനോട് അഭ്യർത്ഥിച്ചു.
ശ്രീരാമദേവൻ അടുത്ത അസ്ത്രം കൊണ്ട് കുംഭകർണൻ്റെ തലയറുത്തു. തലയറുത്ത് ഒരസ്ത്രം കൊണ്ട് തലയെടുത്ത് ലങ്കയുടെ കവാടത്തിന് മുന്നിലേക്ക് ദൂരെ പായിച്ചു. ശരീരത്തെ കടലിലേക്കും തള്ളി. അങ്ങനെ തൻ്റെ അവശിഷ്ടമായ കരങ്ങളും കാലും മാത്രം അവിടെ കിടന്ന് പിടയ്ക്കുന്നുണ്ടായിരുന്നു. കുംഭകർണൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കാട്ടുതീ പോലെ ലങ്കയിൽ പടർന്നു. ഈ അവസരത്തിൽ കുംഭകർണനെ യുദ്ധത്തിന് അയക്കുമ്പോഴും കുംഭകർണൻ യുദ്ധം ചെയ്യുമ്പോഴും അവിടെ യുദ്ധം എന്തായി, കുംഭകർണൻ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ആയിരുന്നില്ല രാവണൻ്റെ ആലോചന. തൻ്റെ മകൻ മരിച്ചതിനെക്കുറിച്ചോ അല്ലെങ്കിൽ തനിക്കുണ്ടായ യുദ്ധപരാജയത്തെക്കുറിച്ചോ ഒക്കെ മറന്ന് രാവണൻ വീണ്ടും എങ്ങനെ സീതയെ തനിക്ക് സ്വന്തമാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനയാണ് അപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവണൻ മഹോദരനോട് പറഞ്ഞു, ഇതിനൊരു വഴി കണ്ടെത്തണം. മഹോദരൻ പറഞ്ഞു, കണ്ടെത്താം എന്നിങ്ങനെ പറഞ്ഞു നിൽക്കവെയാണ് യുദ്ധക്കളത്തിൽ നിന്ന് കുറേ രാക്ഷസർ ഓടിക്കിതച്ചു വരുന്നത്. കുംഭകർണൻ കൊല്ലപ്പെട്ടു. രാവണൻ സിംഹാസനത്തിൽ നിന്ന് ബോധം കെട്ട് താഴെ വീണു.